ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ സ്പൈസി പൊട്ടറ്റോ ബ്രിഞ്ചാൾ മസാലക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം ബ്രിഞ്ചാൾ ഒരുവിധം വലിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പൊട്ടറ്റോസ് തൊലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ വേണം. അതുപോലെ ഒരു വലിയ സവാള ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വഴറ്റാനായിട്ട് നമ്മൾ ഒരു ബേ ലീഫ്, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 3 ഏലക്ക, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് പിക്കിൾ മസാല തയ്യാറാക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം, കരിഞ്ജീരകം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക് ചുവന്ന മുളക്, ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒട്ടും എണ്ണമയമില്ലാത്ത പാനിൽ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തണുക്കുന്നതിനായിട്ടിത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടിത് പൊടിച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ബ്രിഞ്ചാൾ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അത് വഴറ്റി കോരി വയ്ക്കാം, എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ പൊട്ടറ്റോസ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ബ്രിഞ്ചാൾ മാറ്റി കോരി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോസ് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകണം. ഇപ്പം നമ്മുടെ പിക്കിൾ മസാല തണുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ മസാല പൗഡർ. നല്ല ഒരു സ്പൈസി കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. ഇനി നമ്മൾ ആ മസാലയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് വഴറ്റുന്നതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ആ പാനിലേക്ക് തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ജീരകം, ബേ ലീഫ്, ഏലക്ക, കറുവാപ്പട്ട അതൊന്ന് ചേർത്ത് വഴറ്റിയിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പിക്കിൾ മസാല പൗഡർ ആവശ്യത്തിന് അവരവരുടെ സ്പൈസി എത്രയും വേണം അതിൻ്റെ അനുസരിച്ചുള്ള മസാലകൾ ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ടൊമാറ്റോ പീസസ് ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളും വഴറ്റി കോരി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകളൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആകും. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു
മസാലകളൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കാം. കുറച്ച് മല്ലിയിലയും കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.